അപ്പോൾ ഇതിന് ഇന്ന് കിട്ടിയ മാധ്യമ ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. മറിച്ച് സെക്കുലർ മാധ്യമങ്ങൾ പോലും ആ, ജോർജി സൂചിപ്പിച്ചതുപോലെ കത്തോലിക്ക സഭയ്ക്ക് തെറ്റുതിരുത്തുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണങ്ങളാണ് നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ മാത്തർ പോപ്പുലി ഫെദേലിസ് എന്ന് പറയുന്ന ഈ ഒരു വിശ്വാസ തിരുസംഘത്തിന്റെ രേഖ, ലയോ 14 മാർപ്പാപ്പയുടെ അനുവാദത്തോടുകൂടെ അംഗീകാരത്തോടുകൂടി പുറത്തിറക്കിയിരിക്കുന്ന രേഖ മരിയഭക്തിയുടെ ഒരു യഥാർത്ഥ ദിശയിലേക്ക് സഭയെ നയിക്കുകയാണ് ചെയ്തത്. എന്താണ് യഥാർത്ഥ മരിയഭക്തി? മറിയം എവിടെ വരെയാണ് നമുക്ക് മാതൃകയും ആശ്രയവുമായിട്ട് നിൽക്കുന്നത്? മരിയഭക്തിയുടെ അമിതമാവുന്ന പ്രവണതകളെ തിരുത്തുക, ഇതാണ് ഇവിടെ കൃത്യമായ ഉദ്ദേശം. ഇനി ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ ഈ രേഖ സൂചിപ്പിക്കുന്നത്. ഒന്നാമത് സഹരക്ഷക എന്നുള്ള ഒരു പദം ഉപയോഗിക്കാൻ പാടില്ല. രണ്ടാമത് കൃപാവരങ്ങളുടെ മധ്യസ്ഥ എന്നുള്ള പദവും അനുചിതമാണ്. ഇത് രണ്ടും എങ്ങനെ സഭയുടെ ഉപയോഗത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ചിന്ത നല്ലതാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മരിയ ഭക്തിക്ക് ആദിമ നൂറ്റാണ്ടുകൾ അപ്പസ്തോലിക പിതാക്കന്മാരുടെ കാലം മുതലുള്ള ഒരു പാരമ്പര്യമുണ്ട്. 4 ഗ്രീക്ക് വാക്കുകളിൽ അധിഷ്ഠിതമാണ് സഭയുടെ മരിയ വിജ്ഞാനീയം അഥവാ ദൈവമാതാവായ കന്യകാമറിയത്തെ കുറിച്ചുള്ള സഭയുടെ ദൈവശാസ്ത്ര നിലപാടെന്ന് പറയും. അതിൽ ആദ്യത്തേത് തെയോത്തോക്കോസ് അഥവാ മദർ ഓഫ് ഗോഡ്, ദൈവമാതാവ് എന്നുള്ളതാണ്. രണ്ടാമത് എയ്പർത്തനോസ് അഥവാ നിത്യകന്യക എന്നുള്ളതാണ്. മൂന്നാമത് പനഗിയ അഥവാ പാപരഹിതയായ സ്പോട്ട്ലെസ് എന്നുള്ളതാണ്. നാലാമത് കൊയ്മിയോസിസ് അഥവാ സ്വർഗാരോപിത. അപ്പം ഈ 4 വാക്കുകൾ ആദിമസഭയുടെ മരിയ വിജ്ഞാനത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുകയാണ്. അതാണ് പിന്നീട് 4 വിശ്വാസത്യങ്ങളായിട്ട് വരുന്നത്. ഇതിലപ്പുറമുള്ള മറിയത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളൊക്കെ കാലാകാലങ്ങളിൽ മരിയ ഭക്തിയുടെ ഭാഗമായിട്ട് വികസിച്ചു വരികയും അത് ജപമാലയുടെ ലുത്തനിയിലും പ്രാർത്ഥനകളിലും എല്ലാം ഉൾച്ചേർക്കുകയും ചെയ്തതാണ്. ഈ 4 വിശ്വാസത്യങ്ങളെ ദൈവമാതാവും നിത്യകന്യകയും അമലോത്ഭവയും സ്വർഗാരൂപിതയും ഇതാണ് സഭയുടെ ആധികാരികമായ വിശ്വാസ സത്യങ്ങളായിട്ട് മറിയത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. ഈ വിശ്വാസത്യങ്ങളിൽ സഭ ഒരു കാലത്തും തെറ്റ് പറ്റിയതായിട്ട് തിരുത്താനോ സാധിക്കുകയില്ല. കാരണം അതൊരു ഡോഗ്മയാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്.